52 കുറ്റപത്രങ്ങൾ, 147 ആരോപണ വിധേയർ. പ്രമുഖരുൾപ്പെടെയുള്ളവരിൽ 112 പേർ അറസ്റ്റിലായി. 5 കുറ്റപത്രങ്ങളിൽ വിചാരണ പൂർത്തിയായി. ചിലരെ ശിക്ഷിച്ചു. ഈ പ്രതികൾ എവിടെയാണ്? ശിക്ഷിക്കപ്പെട്ട ആളുകളൊക്കെ ഹൈക്കോടതിയിൽ ചെന്നപ്പോൾ തന്നെ അപ്പീൽ ഫയൽ ചെയ്ത് അവിടെ നിന്ന് വളരെ പെട്ടെന്ന് തന്നെ ജാമ്യം നേടിപ്പോകുന്നു എന്നുള്ളൊരു ഇഷ്യൂ ഉണ്ട്. അപ്പം അപ്പീൽ തീർപ്പാക്കിയപ്പം നമ്മളിവിടെ ഈ കോടതിയിൽ ട്രയൽ നടന്ന് ശിക്ഷിക്കപ്പെട്ടാലും അപ്പീൽ കേസുകളും കൂടി കഴിഞ്ഞു വരുമ്പോൾ ഒരുപാട് കാലതാമസം വരാനായിട്ടുള്ള സാധ്യതയുണ്ടെന്നുള്ളതാണ്. 10 വർഷത്തിൽ കൂടുതൽ ശിക്ഷ വിധിച്ച പ്രതികൾക്കുൾപ്പെടെ എല്ലാവർക്കും പ്രോസിക്യൂഷൻ എതിർക്കാത്തതിനാൽ ഹൈക്കോടതിയിൽ നിന്നും ജാമ്യം ലഭിച്ചു. ആരോപണ വിധേയരിൽ 35 പേർ ഒളിവിലാണ്. ഇവർക്കായുള്ള അന്വേഷണം ക്രൈംബ്രാഞ്ച് എന്നേ അവസാനിപ്പിച്ചു. ഇനി പീഡനത്തിന് ഇരയായ പെൺകുട്ടിയുടെ കാര്യമെടുക്കാം. 2 വർഷത്തിലേറെയായി കാക്കനാടുള്ള ചിൽഡ്രൻസ് ഹോമിൽ തടവിലെന്ന പോലെ കഴിയുകയാണ് പെൺകുട്ടി. 2011 മാർച്ചിലാണ് പെൺകുട്ടിയെ ചിൽഡ്രൻസ് ഹോമിൽ എത്തിച്ചത്. നന്നായി പഠിച്ചിരുന്ന പെൺകുട്ടിയുടെ പഠനം ഇതോടെ അവതാളത്തിലായി. ട്യൂഷനെടുക്കാൻ ആളെ കിട്ടാത്ത അവസ്ഥ. പെൺകുട്ടിക്ക് പഠിക്കാനുള്ള സാഹചര്യമൊരുക്കണമെന്ന് ഹൈക്കോടതി കർശനമായി ഉത്തരവിട്ടിരുന്നു. കേസിന്റെ വിചാരണ 2012 മെയ് 31-നകം പൂർത്തിയാക്കി പെൺകുട്ടിയെ സ്വതന്ത്രയാക്കണമെന്നും കോടതി നിർദ്ദേശം നൽകി. ഇത് പിന്നീട് 2013 മെയ് 31 വരെ നീട്ടി നൽകി. ഇതുവരെ അന്വേഷണം പൂർത്തിയാക്കി സമർപ്പിച്ചത് 16 കുറ്റപത്രങ്ങൾ. 5 എണ്ണത്തിൽ വിചാരണ കഴിഞ്ഞു. മറ്റ് കേസുകളിൽ വിചാരണ പൂർത്തിയാക്കാനും കുറ്റപത്രം സമർപ്പിക്കാനും ഇനിയും വർഷങ്ങൾ പിടിക്കും. അതുവരെ പെൺകുട്ടി ഏകാന്തവാസം തുടരേണ്ടി വരും. അനിൽ കാരാമൽ, മീഡിയ 1.